ബീഹാറിലിപ്പോൾ ഈ 10-67 ലക്ഷം ആളുകളെ വെട്ടിമാറ്റുമ്പോൾ ഈ BJPയും സംഘപരിവാറും പറയുന്നത് പോലെ അവരൊന്നും ഇൻഫിൽട്രേറ്റേഴ്സും നുഴഞ്ഞു കയറ്റക്കാരൊന്നും അല്ലല്ലോ. അങ്ങനെയാണ് ഈ ഇത്രയും 1 കോടി ആളുകൾ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ ഈ അമിത്ഷായും പ്രതിരോധ മന്ത്രിയൊക്കെ കഴിഞ്ഞ 10 കൊല്ലം എന്താ ചെയ്തുകൊണ്ടിരുന്നുള്ള ചോദ്യം വേറെ വരും. എന്നുവെച്ചാൽ ഇത് ബോധപൂർവം സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, പ്രവാസികളെ, സ്ത്രീകളെയൊക്കെ വോട്ടവകാശത്തിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ഒരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് നിഷാദ്? ഇപ്പൊ നമുക്കറിയാം പട്ടിക ശുദ്ധീകരിക്കലായിരുന്നു ഇവരുടെ ഒരു ഇന്റൻഷൻ എങ്കിൽ നമുക്കറിയാം. ഇപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു സുതാര്യത ഉറപ്പാക്കാൻ നമ്മളൊരു ചുമതലപ്പെടുത്തിയ ആളാണെന്നാണല്ലോ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ളൊരു സങ്കല്പം. അദ്ദേഹം കൃത്യമായി ബുള്ളറ്റ് പോയിന്റ് വെച്ച് വീഡിയോ ഡിസ്പ്ലേയിൽ പറയാണ്, ബാംഗ്ലൂരുവിൽ ഒരു മണ്ഡലത്തിൽ ഇതാ 1,40,000 കള്ളവോട്ടുകളുണ്ട്, അത് ഇന്നിന്ന ആളുകളാണ്, ഇന്നിന്ന നമ്പറിലാണ്, ഇന്നിന്ന വീട്ടു നമ്പറിലാണെന്ന് പറയുമ്പോൾ അത് മുഖവിലക്കെടുത്ത് ആ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ഞങ്ങളിതാ ശുദ്ധീകരിക്കാൻ പോകുന്നു എന്നല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. മറിച്ച് നിങ്ങൾ ഇതൊക്കെ വെറുതെ വിളിച്ചു പറയണം, നിങ്ങൾ ജയിലിൽ പോയി കിടക്കും എന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തണം. അപ്പൊ ഇവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കലല്ല, മറിച്ച് ഒരു വിഭാഗം ആളുകളെ വോട്ടവകാശത്തിൽ നിന്ന് വെട്ടിമാറ്റലാണ് എന്ന് സംശയിക്കാവുന്ന ന്യായമായ കാരണങ്ങൾ. മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ വോട്ടവകാശം വെട്ടിമാറ്റുക, യോഗേന്ദ്ര ജാദവ് ആ മനുഷ്യരെ പച്ച ജീവനോടെ സുപ്രീം കോടതിക്ക് മുൻപായി ഹാജരാക്കിയിട്ടാ ഈ നിൽക്കുന്ന മനുഷ്യരെയാണ് വെട്ടിമാറ്റിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകിലുള്ള അജണ്ടകളെ കുറിച്ച് സംശയിക്കുമ്പോഴാണ് കേരളത്തിൽ സ്വാഭാവികമായും ഇത് ആശങ്ക ഉണ്ടാകുന്നത്. ആ ആശങ്ക മുസ്ലിം ലീഗ് നല്ലോണം പങ്കുവെക്കുന്നുണ്ട്, ഞങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിലെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അതിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരു മെക്കാനിസം അത് ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുക തന്നെ. ഇത് 2-3 തരത്തിൽ നമുക്ക് ഈ പോരാട്ടങ്ങളെ മുന്നിൽ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണല്ലോ നിഷാദ്. ഒന്ന്, ഇതിന്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം കൃത്യമായി നടക്കേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന് ഞങ്ങൾ മുൻകൈ എടുക്കും. പൊതുവായി രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുത്ത് നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി ഞങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തേത് നിയമ പോരാട്ടമാണ്. കേരളം എന്ന നിലക്ക് നമ്മളിപ്പോൾ ഒരു സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു, നമ്മുടെ നിയമസഭയുടെ പ്രമേയമുണ്ട്. നമ്മൾ കോടതിയെ സമീപിക്കുമെങ്കിൽ ആ കോടതിയുടെ ആ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നമ്മൾ നൽകും. അതോടൊപ്പം മറ്റൊരു പ്രശ്നമുള്ളത്, ഈ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി ഓൾറെഡി പെൻഡിംഗ് ആയ ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ അടുത്ത ദിവസം ഒരു കേസ് കൊടുക്കാനിരിക്കുന്നു. ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ SIRനെ ബഹിഷ്കരിക്കുക എന്നൊരു നിലയിലേക്ക് പോയതായി നമ്മൾ കാണുന്നില്ല. കാരണം അതിനകത്ത് ബഹിഷ്കരിച്ചാലുള്ള ഇമ്പാക്ട്സ് കുറെ കൂടി വലുതാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ആളുകളെ ഇതിന്റെ ആശങ്കയിൽ നിന്ന് പരമാവധി മോചിതരാക്കാൻ പരമാവധി മനുഷ്യർ ഈ പ്രക്രിയയുടെ ഭാഗമായി അവരുടെ വോട്ടവകാശം ഉറപ്പാക്കുന്ന ഒരു പ്രോസസ്സ് കൂടി നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ കാരണം ഇപ്പോൾ കോടതി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റേ കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം നിഷാദിനും യാഥാർത്ഥ്യബോധത്തോടെ പരിശോധിക്കും പറയല്ലോ ഇല്ല. ബഹുമുഖ തലത്തിൽ ഈ വിഷയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കൂടി ഒരു സർവകക്ഷി യോഗം വിളിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അതിനെ ഒരു പോസിറ്റീവായ സ്പിരിറ്റിൽ തന്നെ കണ്ടുകൊണ്ട് അതിൽ ഒറ്റക്കെട്ടായി കേരളത്തിന്റെ ഒരു പ്രതിരോധം ശക്തമായി. ഞാൻ ചോദിക്കുന്നത് ലീഗിനെ കുറിച്ചാണ്. നിങ്ങളുടെ കുറെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് ഉണ്ടല്ലോ, അവിടെ പ്രവാസികളുടെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടുത്തെ ഈ പ്രശ്ന സാധ്യതാ മേഖലകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ? അവിടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ജാഗ്രതാ മെക്കാനിസം ഉണ്ടോ? ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നിങ്ങളുടെ KMCC എന്ന് പറഞ്ഞ വലിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മെക്കാനിസം എന്നാണ് ചോദിക്കുന്നത്. മറ്റേ പ്രശ്നമുണ്ട്, ഭരണഘടനാ പ്രശ്നമുണ്ട്, ബീഹാറിലെ ഇഷ്യൂ ഉണ്ട്, കോടതി പോക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഗ്രൗണ്ടിൽ ഇപ്പം നേരിട്ടേ പറ്റൂ. അതിന് ലീഗ് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അതാണ് ആളുകൾ ഞാൻ അതാണ് നിഷാദ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ആ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രോസസ്സിന്റെ ഭാഗമായി ഒരു പ്രവാസിക്കും ഇത് നഷ്ടപ്പെടാത്ത രൂപത്തിലേക്കുള്ള ഒരു നെറ്റ്വർക്ക്, KMCC ഗൾഫിലെ നല്ല നെറ്റ്വർക്കാണ്. ഞങ്ങളുടെ പ്രാദേശികമായ സംവിധാനങ്ങൾ, ഓഫീസുകൾ, ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ്, ഞങ്ങളുടെ നിയമവിഭാഗം, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഞങ്ങളുടെ ജനപ്രതികൾ എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മിഷന് ഞങ്ങൾ ഭാഗമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ബഹിഷ്കരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോൾ ഉള്ളത്. കൃത്യമായി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇതിനെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടം, അതോടൊപ്പം തന്നെ ഒരാൾക്ക് പോലും ഇത് നഷ്ടമാകാത്ത രൂപത്തിലുള്ള നിരന്തരമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ ഇപ്പോഴുള്ള ഈ ആശങ്കകൾ അത് പരിഹരിക്കാനുള്ള ഇനീഷ്യേറ്റീവ് തീർച്ചയായും ഞങ്ങൾ നടത്തും. ആ മനുഷ്യരെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ലൂപ്പ് ഹോൾസിന്, ഔദാര്യത്തിന് മുസ്ലിം ലീഗ് വിട്ടുകൊടുത്തിട്ട് കൈയും കെട്ടി ഒരു നിലക്കും നോക്കി നിൽക്കില്ല. എല്ലാ മൈഗ്രന്റ് ലേബേഴ്സിന്റെ